നമ്മുടെ മുൻഗാമികൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ സഹിച്ചു, ക്ഷമിച്ചു, എല്ലാം ത്യജിച്ചു. അവസാനം ഉടമസ്ഥനായ റബ്ബ് കാണിച്ചു കൊടുത്തു. എന്ത്? ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് പ്രസംഗിക്കുന്ന നേരം വലതുഭാഗത്തായിരങ്ങൾ, ഇടതുഭാഗത്തായിരങ്ങൾ, മുമ്പിലായിരങ്ങൾ, പിറകിലായിരങ്ങൾ, മലയിടുക്കുകൾക്കിടയിലൂടെ ഇസ്ലാമിന്റെ പതാകയും ഏന്തി കൂട്ടം കൂട്ടമായി വരുന്ന അള്ളാഹുവിന്റെ അടിയാറുകൾ. അല്ലേ? ആ വിജയം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നു. ആ വിജയം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നു. നാം മുമ്പിൽ ഒന്നും കാണുന്നില്ല. നാം കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമ്മത്തിനെ മാത്രം, വേറൊന്നും നാം കാണുന്നില്ല. നാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഈ ഉമ്മത്തിന്റെ സ്വർഗപ്രവേശനമാണ്. അതിനുവേണ്ടിയുള്ള അധ്വാനം, അതിനുവേണ്ടിയുള്ള പരിശ്രമം പൂർണ്ണമായ തൗഹീദിലൂടെ, പരിശുദ്ധമായ സുന്നത്തിലൂടെ. അല്ലേ? ഇനിയൊരു പക്ഷേ കയ്യിൽ പണമില്ലെങ്കിൽ, കയ്യിൽ അധികാരമില്ലെങ്കിൽ, നമുക്ക് സ്വാധീനമില്ലെങ്കിൽ നാം ഓർക്കുന്നു ഹബീബായ തങ്ങളുടെ ശിഷ്യന്മാരെ എന്തുണ്ടായിരുന്നു കയ്യിൽ? പറ. ഏൽപ്പിക്കപ്പെട്ട പ്രബോധനം എന്ന ദൗത്യം പൂർത്തിയാക്കാൻ എന്തുണ്ടായിരുന്നു കയ്യിൽ? ബദർ യുദ്ധത്തിന് വേണ്ടി പോയി 313 പേര്. അല്ലേ? ബദർ യുദ്ധത്തിന് വേണ്ടി പോയി 313 പേര്. എന്തിനായിരുന്നു പോയത്? ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഏകാധിപത്യം അംഗീകരിച്ച് ജീവിക്കാൻ ഖുറൈശികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നാടുവിട്ടു, മദീനയിൽ ചെന്നു. മദീനയിലും ജീവിക്കാൻ ഖുറൈശികൾ സമ്മതിക്കുന്നില്ല. അവർ ആക്രമിക്കാൻ വരികയാണ്. പ്രതിരോധം അത്യാവശ്യമാണ്. ഹബീബായ തങ്ങളും ശിഷ്യന്മാരും പുറപ്പെട്ടു. എന്തുണ്ടായിരുന്നു കയ്യിൽ? എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, സലഫി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാം ഒറ്റയ്ക്ക് കൂടിയിരുന്ന് ചർച്ചകൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ലല്ലോ. വേണ്ട. ഹബീബായ തങ്ങളുടെ കൂടെ ബദറിന്റെ ഭൂമിയിലേക്ക് പോയ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ഒന്നുമില്ല. മൂർച്ചയില്ലാത്ത വാള്, മുന പൊട്ടിയ വാള്, ഒരു കുന്തം, ഒരൊട്ടകത്തിന്റെ പുറത്ത് 3 പേര്, കഴിക്കാൻ ഭക്ഷണം പോലുമില്ല. പക്ഷെ മനസ്സിൽ തൗഹീദിന്റെ പ്രകാശം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹവാസത്തിന്റെ പ്രകാശം പോയി. അന്ന് രാത്രി റസൂലുള്ളാഹിക്ക് ഉറക്കം വന്നില്ല. ഹബീബായ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പ്രമുഖരായ സഹാബാക്കളോട് അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഹാജിറുകൾ എണീച്ചു, മക്കക്കാർ എണീച്ചു. യാ റസൂലല്ലാഹ്, എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? എന്താ നിങ്ങൾ ചോദിക്കുന്നത്? യുദ്ധത്തിന് തയ്യാറാണ് നാം. ഹബീബിന്റെ മുഖം പ്രകാശിച്ചില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എണീച്ചു. എനിക്കും നിങ്ങൾക്കും എഴുന്നേൽക്കാൻ, ദഅവത്തിന്റെ മാർഗത്തിൽ മുന്നേറാൻ, അല്ലാഹുവിന്റെ തൗഹീദ് പ്രചരിപ്പിക്കാൻ, ഹബീബിന്റെ സുന്നത്തിന്റെ പ്രകാശം പരത്താൻ, ആവേശം തരാൻ അബൂ അയ്യൂബ് അൽ അൻസാരി എണീച്ചു. യാ നബിയല്ലാഹ്, മുഹാജിറുകൾ സമ്മതിച്ചിട്ട് അങ്ങയുടെ മുഖം പ്രകാശിക്കുന്നില്ല. അഥവാ അങ്ങ് മദീന നിവാസികളായ നമ്മളെയാണോ ലക്ഷ്യം വെക്കുന്നത്? നിങ്ങൾ മക്കത്ത് നിന്ന് വന്ന്, ഖുറൈശികൾ മദീനയിലേക്ക് വന്ന് ഇവിടെ അക്രമം നടത്തിയാൽ മദീനക്കാരായ നമ്മള് പ്രയാസപ്പെടും, വിഷമിക്കും, നമുക്ക് വെറുപ്പുണ്ടാവും എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അങ്ങൊരു വാക്ക് പറയൻ. തിളക്കുന്ന ചട്ടിയിലേക്ക് ചാടാനും നമ്മൾ തയ്യാറാണ്. ഒഴുകുന്ന നദിയിലേക്ക് ചാടാനും നമ്മൾ തയ്യാറാണ്. അങ്ങയുടെ ഒരു കൽപ്പന ഉണ്ടായാൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രകാശിച്ചു. കൂടാരത്തിലേക്ക് വന്നു. 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി. കക്ഷത്തിന്റെ വെളുപ്പ് കാണുമാറ് പുതച്ചിരുന്ന കരിമ്പിടം താഴോട്ട് വീണു. ഹബീബായ തങ്ങൾ കരഞ്ഞു. താടിയിലൂടെ കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ അൻജിസ് വഅദക്. ഹേ അല്ലാഹ്, നിന്റെ ഈ അടിമയെ സഹായിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ
നിമിഷമെത്തിയിരിക്കുകയാണ്. നീ എന്നോട് വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് താപടച്ചവന്, എന്റെ കൂടെ വന്ന എന്റെ അനുയായികൾ നിന്നെ മാത്രം പ്രതീക്ഷിച്ചു വന്നവരാണ്. ആയുധങ്ങളില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, നല്ല വാഹനങ്ങളില്ലാതെ നിന്നെയിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്നവരാണ്. അബൂബക്കർ സിദ്ദീഖ് പിറകിലൂടെ വന്നു, ഹബീബിനെ കെട്ടിപ്പിടിച്ചു, പറഞ്ഞു ഹസ്ബുക യാ റസൂലല്ലാഹ്, ഹസ്ബുക യാ റസൂലല്ലാഹ്. നബിയേ, മതി അങ്ങയുടെ പ്രാർത്ഥന, അങ്ങയുടെ ഒരു തുള്ളി കണ്ണുനീര് മതിയാവും ഉടമസ്ഥന്റെ ദർബാർ ഉണരാൻ, ഉത്തരം വരാൻ. പിറ്റേന്ന് അല്ലാഹു ആയത്തിറക്കി, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. എൻ്റെ പൊന്നു സലഫി സുഹൃത്തുക്കളെ, ദഅവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിൻ്റെ വാഗ്ദാനം, വലഖദ് നസറകുമുല്ലാഹു ബിബദർ. ഞാൻ എൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ യോദ്ധാക്കളെ, തൗഹീദിൻ്റെ ഭീകരവാദികളെ, ഇങ്ങനെ തൗഹീദിൻ്റെ തീവ്രവാദികളെ, ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ മാറോട് ചേർച്ച പ്രിയപ്പെട്ട അനുയായികളെ അവർ നിസ്സാരന്മാരായിരിക്കവേ സഹായിച്ചിട്ടുണ്ട്.